നമസ്കാരം, സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. നോക്കാം പ്രധാന വാർത്തകൾ. കനത്ത ചൂടിൽ വെന്തുരുകി പുനലൂർ. തെരുവുകൾ വിജനം, ഉപജീവനം വഴിമുട്ടി വഴിയോര കച്ചവടക്കാർ. ചൂടിനിയും കൂടുമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പശുക്കുട്ടിയെ കൊന്നു. പ്രദേശത്ത് കോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം. മൂന്നാറിൽ 13കാരിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് മാങ്കുളം സ്വദേശി. പത്തനംതിട്ടയിൽ വൻ ലഹരിവേട്ട. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. കണ്ണൂരിൽ മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധം. വിശദമായ വാർത്തകൾ നോക്കാം. റെക്കോർഡ് ചൂടാണ് കൊല്ലം പുനലൂരിൽ രേഖപ്പെടുത്തുന്നത്. വഴിയോര കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം വെന്തുരുകുകയാണ് ഇവിടെ. പകൽ സമയം വഴിയോരങ്ങളും വിജനമാകുന്നു. പുനലൂരിന്റെ സമസ്ത മേഖലകളും സ്തംഭനത്തിലാണ്. പട്ടണത്തെ കീറിമുറിച്ചൊഴുകുന്ന കല്ലടയാറിന് പോലും ചൂടിനെ നിയന്ത്രിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ പുനലൂർ എവിടെ ചെന്ന് നിൽക്കും? എല്ലാവരുടെയും ചോദ്യം ഇതാണ്. പുനലൂർ കലയനാട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ താപമാപിനിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 37.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ചൂട്. വരും ദിവസം കടുത്ത ചൂടിനെ നേരിടേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെയും മുന്നറിയിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിട്ടുള്ളത് 38.5 ഡിഗ്രി സെൽഷ്യസ്. അത് 3-4 വർഷം മുമ്പാണ്. പക്ഷേ ഈ ഫെബ്രുവരി മാസത്തിൽ ഇത്രയും കൂടുതൽ ചൂട് വന്നിട്ടുള്ളത് ഈ വർഷമാണ്. അത് 37.6 ഡിഗ്രി സെൽഷ്യസ് ഒരു ദിവസം വന്നു. പുനലൂർ പട്ടണത്തിൽ തണൽ വിരിച്ചു നിന്ന മരങ്ങളും ഉണങ്ങി തുടങ്ങി. ഉച്ചയായാൽ ടൗൺ പൂർണ്ണമായും വിജനമാകും. വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. നിൽക്കാൻ വയ്യ, ദേഹമെല്ലാം പൊള്ളി അടരുക ചൂട് കാരണം. ഇട്ടേക്കുന്ന സാധനങ്ങൾ വേറെ വെന്തു പോവുക ചൂട് കൊണ്ട്. അതിന് ഒരു നിർവാഹവും ഇല്ല. ചൂടിന് വേണ്ടി ഒരു ശമനം ഇല്ല. கம்மியாக இருக்குது, சூடு இல்லை, மக்கள் வெள்ளம் வெளியே வரவே இல்லை, வீட்டிலே இருக்காங்க. ஈவினிங் தான் சாயங்காலம் போல கொஞ்சம் வியாபாரம் இருக்குது, மதிய வெயிலில் ஒன்றும் இல்லை. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന തൂക്കുപാലത്തിൽ ചൂട് കടുത്തതോടെ ഒരാളും കയറുന്നില്ല. മീനമാകുമ്പോഴത്തേക്കിന് വെന്തുരുക്കും ചൂട്, യാതൊരു സംശയം വേണ്ട. പുനലൂരിനെ സംബന്ധിച്ചോളം പാലക്കാടിനേക്കാളും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് പുനലൂർ നിവാസികളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ സമയമാവുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതും അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ അതൊക്കെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓട്ടോ സ്റ്റാൻഡുകളുടെ സ്ഥിതിയും ദയനീയമാണ്. പുനലൂരിലെ ചൂടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടി കൂടുതലാണ്. ഇവിടെ കിടന്ന് വെയിൽ കൊണ്ട് വെന്തുരുകയാണ് ആൾക്കാരെല്ലാം. റോഡിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല, വണ്ടികൾ മാത്രമേ ഉള്ളൂ. വഴിയോര കച്ചവടം പൂർണ്ണമായും നിലച്ചു. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ നാരങ്ങ കച്ചവടമായിരുന്നു പുനലൂരിലെ പ്രധാന വഴിവാണിഭം. ചൂട് കടുത്തതോടെ എല്ലാ കച്ചവടക്കാരും പ്രതിസന്ധി നേരിടുകയാണ്. തണ്ണിമത്തൻ, ഇളനീര്, നാരങ്ങ വെള്ളം എന്നിവയുടെ കച്ചവടം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂട് കൂടുതലാണ്, പക്ഷേ ആൾ കുറവാണ്. ആൾ കുറവായത് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ആൾ കുറവാണ്. ആര്യങ്കാവ് ചുരം കടന്നെത്തുന്ന ഉഷ്ണക്കാറ്റാണ് പുനലൂരിലെ കാലാവസ്ഥാ വ്യതിയാനത്തിനും കടുത്ത ചൂടിനും കാരണമെന്ന് പറയപ്പെടുന്നു. ഓരോ വേനലിലും ചൂട് കടുക്കുകയും ചൂട് മൂലമുള്ള രോഗങ്ങൾ കൂടുകയും ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖയും ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല. പുനലൂരിൻ്റെ ഒരു താഴ്ന്ന പ്രദേശമാണ് കലയനാട്. ഈ കലയനാട് പോലുള്ള സ്ഥലത്ത് പോലും, ഇവിടെയാണ് നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുള്ളത്, കലയനാടാണ്. ഈ പ്രദേശത്ത് പോലും മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത, ഒരു ശകലം പോലും തണുപ്പില്ലാത്ത വളരെ അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് അസഹനീയമാണ്. സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ജനജീവിതം വലിയ പ്രതിസന്ധിയിലാകും. അനുദിനം ഉയർന്നു വരുന്ന ചൂട് നിയന്ത്രിക്കാനാകാതെ പുനലൂരുകാർ നെട്ടോട്ടപ്പെടുകയാണ്. പുനലൂരിന്റെ സമസ്ത മേഖലകളും ചൂട് മൂലം സ്തംഭനത്തിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഇനി എന്താകും പുനലൂര്? മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. പത്തനംതിട്ടയിൽ സവാള എന്ന വ്യാജേന പിക്കപ്പ് വാനിൽ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. പാലക്കാട് തിരുമറ്റക്കോട് സ്വദേശികളായ അമീൻ, ഉനൈസ് എന്നിവരാണ് തിരുവല്ല പോലീസിന്റെ പിടിയിലായത്. 20 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. തിരുവല്ല പോലീസും നർക്കോട്ടിക് സെല്ലും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സവാള ചാക്കുകൾക്ക് താഴെ ഒളിപ്പിച്ചിരുന്ന 45 ചാക്ക് ഹാൻസ് പിടികൂടിയത്. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും.
കണ്ണൂരിൽ മാരക മയക്കുമരുന്നുമായി 3 പേർ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെയാണ് MDMA പിടിച്ചത്. അൻസാരി VV, റംഷാദ് KL, റിസ്വാൻ PM എന്നിവരാണ് പിടിയിലായത്. കൊല്ലം പുനലൂരിൽ ടിപ്പർ ലോറി ഇടിച്ച് വൃദ്ധയ്ക്ക് ദാരുണാന്ത്യം. ഉറുകുന്ന് ലക്ഷം വീട് കോളനിയിൽ സരസമ്മയാണ് മരിച്ചത്. പുനലൂർ ചെങ്കോട്ട പാതയിൽ ഉറുകുന്ന് ജംഗ്ഷനിലായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും പാറ കയറ്റിയെന്ന ലോറി ഇറക്കത്തിൽ ബ്രേക്ക് ലഭിക്കാതെ റോഡിൽ നടന്നു പോവുകയായിരുന്ന സരസമ്മയെ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു. കൊല്ലം അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. ഇതോടെ അഞ്ചൽ ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. മലയോര ഹൈവേ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക ടൂറിസം മേഖലയിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി നാടിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. അതോടൊപ്പം നവീകരിച്ച 4 റോഡുകളുടെ ഉദ്ഘാടനം, അഞ്ചൽ ബൈപ്പാസ് ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. നമുക്കറിയാം, പശ്ചാത്തല വികസന രംഗത്ത് കഴിഞ്ഞ 7.5 വർഷക്കാലം കിഫ്ബി കൂടി വന്നതിന് ശേഷം വലിയ കുതിപ്പാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. പുതിയ റോഡുകൾ. പാലക്കാട് ഷൊർണൂരിൽ ട്രെയിൻ യാത്രയ്ക്കിടെ ചെറുതുരുത്തി പാലത്തിന് മുകളിൽ നിന്ന് പുഴയിൽ വീണയാളുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. അഗ്നിരക്ഷാസേനയും ക്രിട്ടിക്കൽ കെയർ പ്രവർത്തകരും 2 ദിവസം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യവേ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 12 മണിയോടുകൂടിയാണ് വിനോദ് കുമാർ പുഴയിൽ വീഴുന്നത്. ഇടുക്കി മൂന്നാറിൽ ഭിന്നശേഷിക്കാരിയായ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. മാങ്കുളം സ്വദേശി സണ്ണിയാണ് പിടിയിലായത്. മാതാപിതാക്കളില്ലാത്ത കുട്ടി അമ്മൂമ്മയ്ക്ക് ഒപ്പമാണ് താമസിച്ചിരുന്നത്. അയൽവാസിയായ പ്രതി വീട്ടിൽ നിന്നും കുട്ടിയെ സമീപത്തെ കാട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അമ്മ സഹോദരിയുടെ പരാതി പ്രകാരം കേസെടുത്തെങ്കിലും പ്രതി ഒളിവിൽ പോയി. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു പ്രതിയെ പിടികൂടിയത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഹോസ്റ്റലുകൾ പൂർത്തിയാക്കിയില്ല. ലാബ് സൌകര്യങ്ങൾ പൂർണ്ണ സജ്ജവുമായില്ല. കോളേജിലേക്കുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുമില്ല. ഇങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമരം നടത്തിയത്. വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ബ്ലോക്ക് ഉപരോധിച്ചു. മൂന്നാർ സൂര്യനെല്ലിയിൽ വീണ്ടും ഒഴിപ്പിക്കൽ. റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ദൌത്യസംഘം ഒഴിപ്പിച്ചു. വെള്ളുക്കുന്നിൽ ജിജി, അനിത ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഒഴിപ്പിച്ചത്. വ്യാജരേഖകൾ ചമച്ചാണ് ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് നടപടി. സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമി ഒഴിപ്പിച്ചത്. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപത്താണ് പുലിയിറങ്ങിയത്. വീടിന് പുറകിലെ തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയുടെ പകുതി ഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രദേശവാസികൾ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ആഴ്ചകൾക്ക് മുൻപ് എച്ചിപ്പാറ, കൂണ്ടായി, വലിയകുളം പ്രദേശത്തും പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കും ആദിവാസി കോളനികൾക്കും സമീപത്തായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വയനാട് പുൽപ്പള്ളി കുറിച്ചിപ്പാറ്റയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കിളിയാങ്കട്ടയിൽ ശശിയുടെ പശുക്കളെയാണ് കടുവ ആക്രമിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പോൾ കൊല്ലപ്പെട്ട സ്ഥലത്തിന് 1 കിലോമീറ്റർ മാറിയാണ് ആക്രമണം. വനപാലകർ പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂടുകളിലൊന്നും കടുവ ഇതുവരെ കുടുങ്ങിയിട്ടുമില്ല. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കൂറുമാറ്റത്തെ തുടർന്ന് 2 പേരുടെ അംഗത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടന്നത്. 11, 18 വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് ഉണ്ടായത്.
കാസർകോട് പഴയ ബസ് സ്റ്റാൻഡ് MG റോഡിലെ കടയിൽ വൻ തീപിടുത്തം. റെക്സിൽ, കാർപ്പറ്റ് എന്നിവ വിൽപ്പന നടത്തുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ കട പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാസർകോട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പട്ടാമ്പി കൊപ്പം ദേശോത്സവത്തിനിടെ സംഘർഷം. ആഘോഷ കമ്മിറ്റികൾ ചേരിതിരിഞ്ഞുണ്ടായ ഉന്തും തള്ളും സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമായി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ നേതൃത്വത്തിൽ കഥകളിയോടുകൂടിയായിരുന്നു കലാപരിപാടികളുടെ തുടക്കം. ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി കുമരനെല്ലൂർ ദേശം ഒരുക്കുന്ന പൂരനിലാവിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തട്ടകദേശങ്ങളായ എങ്കങ്കാട്, വടക്കാഞ്ചേരി പൂര കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ശോഭനയും സംഘവും അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറിയിരുന്നു. ഫെബ്രുവരി 27-നാണ് ഉത്രാളിക്കാവ് പൂരം. കോഴിക്കോട് പുതുപ്പാടി ഈങ്ങാപ്പുഴയിൽ പിക്കപ്പ് ഇടിച്ച് പരിക്കേറ്റ ബുള്ളറ്റ് യാത്രക്കാരൻ മരിച്ചു. കൈതപ്പൊയിൽ സ്വദേശി നിസാറാണ് മരിച്ചത്. ഈങ്ങാപ്പുഴ ഹാരിസ് ഹാളിന് സമീപം ശനിയാഴ്ചയായിരുന്നു അപകടം. ഇടുക്കി കമ്പംമേട്ട തണ്ണിവളവിൽ പിക്കപ്പ് മറിഞ്ഞ ഒരാൾ മരിച്ചു. കമ്പം സ്വദേശിയാണ് മരിച്ചത്. രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. വൈക്കോലുമായി എത്തിയ വാഹനത്തിലെ ഡ്രൈവറായിരുന്നു മരിച്ചത്. വയനാട് കാക്കവയൽ കല്ലുപാടിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കടൽമാട് മേലേക്കൊയിലോത്ത് ജയേഷ് ആണ് മരിച്ചത്. കാക്കവയലിൽ യൂസ്ഡ് കാർ ഷോറൂമിലെ ജീവനക്കാരനായ ജയേഷ് ഷോറൂം അടച്ച് വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു അപകടം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഓഫീസ് ക്യാമ്പസിലാണ് താൽക്കാലിക ഓഫീസ്. വാർ റൂം ഉൾപ്പെടെ വൈകാതെ സജ്ജമാക്കും. ബേലൂർ മഗ്ന മിഷൻ തുടരുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കർണാടക വനം മേഖലയിൽ തുടരുന്ന ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിക്കും. കേന്ദ്ര വനം മന്ത്രി സന്ദർശനം നടത്തിയത് നല്ല കാര്യമാണെന്നും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും AK ശശീന്ദ്രൻ. വീണ്ടും മൂന്നാർ ദൌത്യം. സൂര്യനെല്ലിയിൽ റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ദൌത്യസംഘം ഒഴിപ്പിച്ചു. വ്യാജരേഖകൾ ചമച്ച് കൈവശം വെച്ച ഭൂമിയാണ് ഒഴിപ്പിച്ചത്. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് തുടരുന്നു. ഒരു കോർപ്പറേഷൻ വാർഡിലും 3 മുനിസിപ്പാലിറ്റികളിലെ 4 വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 10-നാണ് വോട്ടെണ്ണൽ. കണ്ണൂർ എളമ്പേരത്ത് കിൻഫ്രാസി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഷാൽക്കോസ് അലൂമിനിയം കമ്പനിക്കെതിരെ നാട്ടുകാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹം. കമ്പനിയിൽ നിന്നും ഉയരുന്ന കറുത്ത പുക ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ സത്യാഗ്രഹം ആരംഭിച്ചു. കമ്പനി പ്രവർത്തിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അനുകൂലമായ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ കമ്പനിയിലേക്ക് പോകുന്ന വാഹനങ്ങളടക്കം തടഞ്ഞിട്ട് പ്രതിഷേധിക്കാനാണ് സമരസമിതിയുടെയും പ്രദേശവാസികളുടെയും തീരുമാനം.
കേരളത്തിലെ വ്യവസായ രംഗം നേരിടുന്ന വെല്ലുവിളികളും പരിഹാരങ്ങളും ചർച്ച ചെയ്ത് ഐക്കോൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ്. പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷനും ന്യൂസ് 18 കേരളവും സംയുക്തമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വിവിധ വ്യവസായ മേഖലകളിൽ നിന്നുള്ള സംരംഭകരും മാനേജ്മെന്റ് വിദഗ്ധരുമാണ് കോൺക്ലേവിൽ പങ്കെടുത്തത്. നിർമ്മിത ബുദ്ധിയും മാറുന്ന കാലത്തെ മാനേജ്മെന്റ് ആശയങ്ങളും വ്യവസായ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ഐക്കൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ് ചർച്ച ചെയ്തത്. കേരളത്തിന്റെ വ്യവസായ ഭൂപടത്തിൽ പ്രധാന സ്ഥാനമുള്ള പാലക്കാടിന്റെ വികസന സാധ്യതകളും മുഖ്യ വിഷയമായിരുന്നു. പശ്ചാത്തല സൗകര്യ രംഗത്ത് പാലക്കാട് മുന്നേറുകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ പുരോഗതിയിൽ ഓരോ പാർട്ടും ഓരോ പ്രദേശവും അതിൻ്റെതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളം ഇന്ത്യക്ക് ഒരു മാതൃകയാണ് പല കാര്യങ്ങളും. പാലക്കാട് എനിക്കത് മാത്രമാണ് സൂചിപ്പിക്കുക. അനന്തമായ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട്. പലപ്പോഴും പലരും തിരിച്ചറിയാതെ പോകുന്നതും വേണ്ടത്ര അവയർനെസ് ഇല്ലാത്തതുമാണ് നമ്മൾ വികസന കാര്യങ്ങളിലും പുരോഗതിയിലൊക്കെ വളരെ പിന്നിൽ നിൽക്കുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജില്ലയാണ്. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വരയിലൂടെ ഉള്ള നമ്മുടെ ജില്ലയുടെ ഭംഗി, സൈലന്റ് വാലി, നെല്ലിയാമ്പതി, മലമ്പുഴ തുടങ്ങിയിട്ടുള്ള മനോഹരമായ സ്ഥലങ്ങൾ. ഇപ്പോൾ അടുത്ത കാലത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമപ്രദേശമായി നമ്മുടെ കൊല്ലങ്കോടിനെ തിരഞ്ഞെടുത്തു. നമ്മൾ എന്നും കാണുന്ന കൊല്ലങ്കോടിന് ഈ അത്യപൂർവ ബഹുമതി കിട്ടിയപ്പോഴാണ് ലോകം മുഴുവൻ അറിയുന്നത് ഇത്രയും മനോഹരമായ സ്ഥലമുണ്ട്. ലോകം മാറുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയായിരുന്നു പെപ്സിക്കോ ഇന്ത്യൻ മുൻ തലവൻ ശിവകുമാർ. നിർമ്മിത ബുദ്ധിയുടെ സഹായമില്ലാതെ ഭാവിയില്ല. മാനേജ്മെന്റ് ആശയങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഗ്രൂപ്പ് M സൗത്ത് ഏഷ്യ CEO പ്രശാന്ത് കുമാറുമായുള്ള സംഭാഷണത്തിൽ ശിവകുമാർ പറഞ്ഞു. Whether it is an auto service, whether it's a retail unit, I think every business must innovate and must get branded. If Palakkad is not branded in the right way, then you will not get the kind of investment which you want compared to other cities. So you have to recognize that you are in competition with other cities to get investment, to get talent, and to move up the value chain. So if you take something like Palakkad, you're strong in, let's take mango, you're strong in coconut oil, you're strong in rubber, you have an IIT next door right now. How can you actually move up value chain in each of this? വിഷൻ 2030 എന്ന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. കേരളത്തിലെ വിവിധ സംരംഭക മേഖലകളിൽ നിന്നുള്ളവരും പ്രമുഖ വ്യവസായികളും പങ്കെടുത്ത നിരവധി സെഷനുകൾ കോൺക്ലേവിൽ സംഘടിപ്പിച്ചു. പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണ നൽകാനുമായി സ്റ്റാർട്ടപ്പ് കോൺക്ലേവും നടന്നു. ആരോഗ്യരംഗത്ത് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്നതും ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്നതുമായ ആശയങ്ങളാണ് പുതുതലമുറ സംരംഭകർ പങ്കുവച്ചത്. വ്യവസായ രംഗത്ത് പുതിയ ആശയങ്ങൾക്ക് വിലയേറുന്ന കാലമാണെന്നും അവ വിജയകരമായി നടപ്പാക്കാനുള്ള സാധ്യതകളാണ് കണ്ടെത്തേണ്ടതെന്നുമാണ് കോൺക്ലേവ് വിലയിരുത്തിയത്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് തിരുവമ്പാടിയിൽ വെടിയുണ്ടകളുമായി യുവാവ് പിടിയിൽ. 16 വെടിയുണ്ടകളും 755 മെറ്റൽ ബോളുകളും പിടിച്ചു. പാമ്പിഴഞ്ഞപ്പാറ സ്വദേശി ആനന്ദ് രാജാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയുടെ വീട്ടിലെ പരിശോധന. പാലക്കാട് തൃത്താല നെല്ലിക്കാട്ടിരി വട്ടോളിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭതാലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ദേവസ്വം കമ്മിറ്റിയുടെയും ഉപ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആന, ഇണക്കാളകൾ, വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയിൽ നടന്ന എഴുന്നള്ളിപ്പ് വർണ്ണക്കാഴ്ചയായി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ ഭീമൻ ആസാം ചുരക്ക വിളയിക്കുകയാണ് കോതമംഗലം അടിവാട് സ്വദേശി അജ്മൽ ഷാജഹാൻ. അജ്മലിന്റെ സുഹൃത്തായ അസം സ്വദേശി ഉമർ അലിയാണ് ആസാം ചുരക്കയെ പറ്റി പറഞ്ഞതും അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ച് നൽകിയതും.
ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ട പച്ചക്കറിയാണ് ആസാം ചുരക്ക. അടിവാട് സ്വദേശി അജ്മൽ ഷാജഹാനാണ് ആസാം ചുരക്ക വളർത്തുന്നത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ അസം സ്വദേശി ഉമർ അലിയാണ് ഈ പച്ചക്കറി ഇനത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നാലെ അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചു നൽകി. ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇപ്പോൾ 2 ഏക്കറിൽ വിളവെടുക്കാൻ പാകമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് ചുരക്ക കൃഷി വിപുലമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താം. 8 മാസത്തോളം വിളവ് ലഭിക്കുന്നതാണ് ആസാം ചുരക്ക. 5-6 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള ഭീമൻ ചുരക്കകളും അജ്മലിന്റെ കൃഷിയിടത്തിലുണ്ട്. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ലാഭകരമാണെന്ന് മനസ്സിലായതോടെ വിപുലമാക്കുകയായിരുന്നുവെന്ന് അജ്മൽ പറയുന്നു. ഇവനാണ് എനിക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആള് വെറുതെ ഒരു തമാശയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഐറ്റം ഉണ്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റാണ് എന്ന് പറഞ്ഞു. ഇവിടെ കിട്ടാനില്ല, നമുക്ക് ചുമ്മാ 2 ദിവസം നട്ടു നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തതാണ്. പിന്നെ അതിനകത്ത് നിന്ന് നമുക്ക് ലാഭമാണെന്ന് കണ്ടപ്പോൾ ചെറിയൊരു കൃഷിയായിട്ട് മാത്രം ചെയ്തു. അതിപ്പോൾ ഉപഭോക്താക്കളായിട്ട് മെയിനായിട്ടുള്ളത് ആസാമിൽ നിന്നുള്ള പണിക്കാർ, അതായത് പുറത്തുനിന്ന് തന്നെ ഭായിമാരാണ് നമുക്ക് മെയിനായിട്ട് ഉള്ള ഉപഭോക്താക്കൾ. ഇത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നതും അധികം ചിലവ് വരുന്ന ഒരു കൃഷിയുമല്ല. ഇതിനകത്തേക്ക് നമുക്കൊരു ഏറ്റവും കൂടിയ ഒരു 50 സെൻറ്റ് സ്ഥലത്തേക്ക് ഒരു 20,000 രൂപ താഴെയാണ് നമുക്ക് മുടക്ക് വരുന്നത്. ഒരു 30 രൂപ 40 രൂപ ഗ്യാരണ്ടി ആയിട്ട് ഇതിനകത്ത് നമുക്ക് തിരിച്ചു കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതിലേക്ക് വളരെ ചുരുക്കം അളവിൽ വളം കാര്യങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. അതുപോലെ മെയിനായിട്ട് ഈ ഒരു കൃഷിക്ക് വേണ്ടത് ജലസേചനമാണ്. ജലസേചനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വളർച്ച നല്ല രീതിയിലുണ്ടാവും, നമുക്ക് മാന്യമായ ഒരു വരുമാനം കിട്ടാനുള്ള മാർഗ്ഗമാണ്. ഇതുപോലുള്ള കൃഷികൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുമെന്ന് കൃഷി ഓഫീസർ EM മനോജ് പറഞ്ഞു. തികച്ചും കാർഷിക മേഖലയായ പല്ലാരിമലം പഞ്ചായത്തിൽ വിവിധങ്ങളായ പച്ചക്കറി കൃഷികൾ കർഷകർ വിജയകരമായി ചെയ്തു വരുന്നു. പ്രധാനമായും പഞ്ചായത്തിൽ ചെയ്തു വരുന്ന പച്ചക്കറി കൃഷികൾ പയർ, വെണ്ട, പാവൽ, പടവലം, കോവൽ, അതുപോലെ തന്നെ വെള്ളരി മുതലായവയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വേറിട്ട ഒരു കൃഷിയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ആരംഭിച്ച് കുറച്ച് നാളായി തുടങ്ങിയിരിക്കുന്ന ചുരക്ക ഇനത്തിൽപ്പെട്ട പച്ചക്കറി. നല്ല രീതിയിൽ പന്തലിട്ട് ഇത് കൃഷി ചെയ്യുന്നു. ഇത് പ്രധാനമായും ഇതിൻ്റെ ഉപയോഗം അന്യസംസ്ഥാന തൊഴിലാളികൾ നല്ല രീതിയിൽ ഈ ഒരു പച്ചക്കറി അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യത കണ്ടെത്തി നമ്മുടെ ഈ പ്രദേശത്തെ ഒരു യുവ കർഷകനായ ശ്രീ അജ്മലാണ് എൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും ഇടപെടൽ മൂലം ധാരാളം പേർ കൃഷിയിലേക്ക് കടന്നുവരുന്നുണ്ടെന്ന് കൃഷിയിടം സന്ദർശിച്ച പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് പറഞ്ഞു. ആളുകൾ കൂടുതൽ ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇന്നിവിടെ എൻ്റെ വാർഡ് തന്നെയായ 11ാം വാർഡിലാണ് ഇങ്ങനെ ഒരു കൃഷി രീതി അവലംബിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ മികച്ച രീതിയിലാണ് ഈ കൃഷി നടത്തിയിരിക്കുന്നത്. പന്തലൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൃഷി നടത്തിയിട്ടുണ്ട്. ചുരക്കയാണ് ഇതിനകത്ത് മെയിനായിട്ട് വിളവെടുക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനൊരുങ്ങി പ്രമുഖരുടെ നീണ്ട നിര. മാർക്ക് സുക്കൻബർഗും ബിൽഗേറ്റ്സും അടക്കമുള്ള പ്രമുഖരാണ് വിവാഹത്തിന് മുന്നോടിയായുള്ള പ്രീ വെഡിംഗ് വിരുന്നിൽ പങ്കെടുക്കുക. ഗുജറാത്തിലെ ജാംനഗറിലായിരിക്കും ചടങ്ങുകൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയും വ്യവസായി വീരേൻ മെർച്ചന്റിന്റെ മകൾ രാധിക മെർച്ചന്റുമായുള്ള വിവാഹം ഈ വർഷം നടക്കും. ഇതിനു മുന്നോടിയായി നടക്കുന്ന പ്രീ വെഡിംഗ് ചടങ്ങുകളിൽ തന്നെ ലോകത്തിലെ വമ്പന്മാരുടെ നീണ്ട നിരയാണുണ്ടാവുക. മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്, മോർഗൻ സ്റ്റാൻലി സിഇഒ ടെഡ് പിക്, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ഡിസ്നി സിഇഒ ബോബ് ഐഗൻ, ബ്ലാക്ക് റോക്ക് സിഇഒ ലാറി ഫിങ്ക്, അഡ്നോക് സിഇഒ സുൽത്താൻ അഹമ്മദ് അൽ ജാബേർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ബാങ്ക് ഓഫ് അമേരിക്ക ചെയർമാൻ ബ്രയാൻ തോമസ് മൊയ്നിഹാൻ, ബ്ലാക്ക്സ്റ്റോൺ ചെയർമാൻ സ്റ്റീഫൻ ഷാർസ്മാൻ, ഇവാങ്ക ട്രംപ്, ഖത്തർ പ്രീമിയർ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ടെക് നിക്ഷേപകൻ യൂറി മിൽനർ, അഡോബ് സിഇഒ ശന്തനു നാരായണൻ, ലൂപ്പ സിസ്റ്റം സിഇഒ ജെയിംസ് മർഡോക്, ഹിൽഹൌസ് ക്യാപിറ്റൽ സ്ഥാപകൻ ഷാങ് ലെ, BP ചീഫ് എക്സിക്യൂട്ടീവ് മുറേ ഒച്ചിൻക്ലോസ്, എക്സോ സിഇഒ ജോൺ എൽക്കാൻ, മുൻ സിസ്കോ ചെയർമാൻ ജോൺ ചേംബേഴ്സ്, ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെന്റ് സിഇഒ ബ്രൂസ് ഫ്ലാറ്റ്, മെക്സിക്കൻ ബിസിനസ് മാഗ്നറ്റ് കാർലോസ് സ്ലിം, ബ്രിഡ്ജ് വാട്ടർ അസോസിയേറ്റ് സ്ഥാപകൻ റേ ഡാലിയോ, ബെർക്ക്ഷയർ ഹാത്വേ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് വൈസ് ചെയർമാൻ അജിത് ജെയിൻ എന്നിവരും ചടങ്ങിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ അടുത്തറിയാൻ ചടങ്ങിലൂടെ അതിഥികൾക്ക് സാധിക്കും. ഗുജറാത്തിലെ ലാൽപൂർ, കച്ച് എന്നിവിടങ്ങളിലെ വനിതാ കലാകാരികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ അതിഥികൾക്ക് സമ്മാനിക്കുകയും ചെയ്യും.
മാർച്ച് 1 മുതൽ 3 വരെയാണ് ആഘോഷങ്ങൾ നടക്കുക. ഈ വർഷം മുംബൈയിൽ വെച്ചായിരിക്കും ഇരുവരുടെയും വിവാഹം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.